ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വന്നിട്ടുണ്ട്. ആരാണ്? ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ ആണ്. ഒരു മൃദംഗ വിദ്വാനാണ്. കിട്ടിയോ? മനോജേട്ടൻ ഇവിടെ ഇരിക്കുന്നോണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. എന്താണ്? മനോജേട്ടന്റെ അച്ഛൻ ജയൻ സാറിന്റെ ഒരു വലിയ കടുത്ത ആരാധകനാണ്. എനിക്ക് മനസ്സിലായോ? പിന്നെ പേര് ഞാൻ പറയണോ? പറഞ്ഞോ. ശ്രീ കുഴൽമന്ദം രാമകൃഷ്ണൻ. യെസ്, അപ്പൊ രാമകൃഷ്ണൻ സാറിനെ ഈ വേദിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. ഹലോ സർ, വെൽക്കം ടു സൂപ്പർ സ്റ്റാർ. മനോജേട്ടാ. അയ്യോ, വലിയ നമസ്കാരം. വലിയ നമസ്കാരം. നമ്മൾ കോട്ടയം നമസ്കാരം. ഒരു ചെറിയ നമസ്കാരം. നമ്മൾ ചെമ്പൈ സംഗീതോത്സവത്തിന് അച്ഛന്റെ കൂടെ അവിടെ വെച്ചാ ലാസ്റ്റ് കണ്ട കോട്ടായില് ചെമ്പൈ ഗ്രാമത്തിൽ. എന്നെ ഞാനാക്കിയതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു മഹാനായ കലാകാരൻ കൂടിയാണ് അദ്ദേഹം. കാരണം 14 വയസ്സുണ്ടാവുമ്പോൾ ജയവിജയന്മാരെന്ന മഹാരഥന്മാരുടെ കൂടെ മൃദംഗം വായിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു കലാകാരൻ. അദ്ദേഹത്തിന്റെ അവസാന കാലത്തും ചെമ്പൈ ഗ്രാമത്തിൽ മൃദംഗം വായിച്ചത് ഞാനാണ്. ഗുരുവായൂരിൽ ഞാൻ തന്നെയാണ് വായിച്ചത്. എനിക്ക് ഓർമ്മയുണ്ട്. മാത്രമല്ല ഒരുപാട് അനുഭവങ്ങൾ. ആകാശവാണിയിൽ ഒരു പ്രാവശ്യം റെക്കോർഡിങ്ങിന് അദ്ദേഹം എൻ്റെ പേര് നിർദ്ദേശിച്ചു മൃദംഗം വായിക്കാൻ. അവിടെ 1 മണിക്കൂർ കച്ചേരി. പാടുന്നവരെല്ലാം ഷെഡ്യൂൾ ചെയ്തിട്ടാണ് പോവുക, ഇന്ന കീർത്തനം പാടണം എന്ന് വെച്ചാൽ. ഇദ്ദേഹം വാതാപി പാടിത്തുടങ്ങി. വാതാപി കഴിഞ്ഞത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കച്ചേരിയായിരുന്നു. ഒരുപാട് അനുഭവങ്ങൾ. അതുപോലെ സുലളിതത്തിൽ അവസാനം പാടുമ്പോൾ ജയേട്ടനാണെന്ന് സഹായിച്ചത് അല്ലേ? മനോജേട്ടൻ അന്ന് ഒരുപാട് ജയൻ സാറെ കൊണ്ട് പാടിച്ച് അയച്ചു തരാനൊക്കെ. അങ്ങനെ ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ. ഒരു നേരത്തെ പറഞ്ഞ പോലെ ഫാനല്ല, ഒരു ഗുരുവാണ്. ഞങ്ങളുടെ ഭാഷയിൽ അത് ഗുരുത്വം എന്ന് പറയുന്നതിന്റെ ഒരു അത് അദ്ദേഹത്തിന്റെ പാട്ടൊക്കെ എത്രയോ നമുക്ക് ഇഷ്ടം. അതുപോലെ ഒരു തങ്കപ്പെട്ട മനുഷ്യനാണ്. ഒരു സച്ച് എ സ്വീറ്റ് ഹാർട്ട്. അതുപോലെ ഇപ്പൊ സംസാരിക്കുമ്പോഴേ നമുക്ക് ആ സ്നേഹം ഫീൽ ചെയ്യൂടാ. അതെന്താ വെച്ചാൽ ശരത്തേട്ടാ, ഗുരുവായൂരിൽ ചെമ്പൈ സംഗീതോത്സവ വേദിയിൽ അവസാനം ചെമ്പൈയുടെ ഇഷ്ടകീർത്തനങ്ങൾ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് ഞാനും മൃദംഗം വായിക്കുന്നു. അപ്പോൾ വേദിയിൽ വെച്ച് പറയാ, ഇതുപോലെ മൃദംഗം വായിക്കാൻ കേരളത്തിൽ ഒരാളില്ല. ഞാൻ ചൂളിപ്പോയി. കാരണം ഒരുപാട് പേരുണ്ടെന്ന് നമുക്ക് സത്യം അറിയാം. അദ്ദേഹം അത്രയും കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അത് ഗുരുവിൽ നിന്നും കിട്ടിയ ഒരു അനുഗ്രഹം കൂടിയാണ്. ഗുരു എന്ന് പറഞ്ഞാൽ അതിലപ്പുറം അവർക്ക് വേറെ ഒന്നുമില്ല. അതുപോലെ തന്നെ ശരത്തേട്ടനും ബാലമുരളീകൃഷ്ണ സാറ് എന്ന് പറഞ്ഞാൽ അയ്യോ അതിന്റെ അപ്പുറത്ത് എനിക്കൊന്നുമില്ല, എന്റെ ലോകമില്ല, അത്രേ ഉള്ളൂ. മഞ്ചേരി, അതെ, രമേശ് നാരായൺ സാറിനെ അവിടെ വെച്ചിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് വേദികളില് പെർഫോം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പം. ഗുരുവായൂര് പല കച്ചേരികളിലും പാടിയിട്ടുണ്ട്. ഞാൻ ഹിന്ദുസ്ഥാനി പാടുമ്പോൾ ചിലപ്പോൾ ഒരു കർണാട്ടിക് ഫ്യൂഷൻ പോലെ ചെയ്യാറുണ്ട്. പിന്നെ കർണാടക കീർത്തനങ്ങൾ വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം ഒരുപാട് ബിസി ആയിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ കൂടെ ഇരുന്ന് റിഹേഴ്സൽ ചെയ്യാനും ഒക്കെ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മൃദംഗിസ്റ്റാണ്. എനിക്ക് മൃദംഗം വളരെ ഇഷ്ടമുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പം അത് ഞാൻ എന്നും പറയുന്ന ഒരു കാര്യം. എനിക്ക് എപ്പോഴും മനസ്സിലൊരു വല്ലാത്തൊരു വിങ്ങൽ, ഒരു സന്തോഷം തോന്നുന്നു, കണ്ണുനീരൊക്കെ പൊഴിയും. അപ്പം അത് മൃദംഗത്തിൻ്റെ ഒരു ശബ്ദം കേൾക്കുമ്പോഴത്തേക്ക് അത് എപ്പോഴും എനിക്ക് അങ്ങനെയാണ്. അപ്പം അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് അത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പം മൃദംഗം വായിക്കണ്ട കേട്ടോ രാമകൃഷ്ണൻ. സന്തോഷമാണ്. അല്ല, എനിക്ക് എത്രയോ കച്ചേരി വായിച്ചിട്ടുണ്ട് രാമകൃഷ്ണൻ. കുറെ സന്തോഷം. രാമകൃഷ്ണൻ അല്ല ഈ ജുബ്ബൊക്കെ ഡിസൈൻ ചെയ്യുന്നത്. രാമകൃഷ്ണന്റെ അത് കസ്റ്റം മെയ്ഡാണ്. ഒരു പ്രാവശ്യം എനിക്കും ഇങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. അച്ഛൻ പാടിക്കൊണ്ടിരുന്നപ്പോ അവിടെയുള്ള കുറെ കോട്ടായില്ലേ, അതായത് ചെമ്പൈ ഗ്രാമത്തിലെ കുറെ ആൾക്കാർ മനോജേട്ടൻ 2 പാട്ട് പാട്, അച്ഛൻ്റെ കൂടെ പാടുന്നു വെച്ചിട്ട് അന്ന് ഞാനും കയറിയിരുന്ന അച്ഛൻ്റെ ഒരു പാട്ട് ഭക്തിഗാനം ഏതോ പാടി, നീ എന്നെ ഗായകനാക്കിന്നൊരു പാട്ടുണ്ട് മൈപ്പീലിയിൽ. അത് അന്ന് രാമകൃഷ്ണൻ ചേട്ടൻ്റെ കൂടെ, ചേട്ടൻ എന്നൊക്കെ ഞാൻ വിളിക്കുന്നത് ബഹുമാനം കൊണ്ടാവട്ടെ. ചിലപ്പം ഏത് സമപ്രായക്കാരാണെന്നോ അല്ലെങ്കിൽ താഴെയാണോ എന്ന് എനിക്കറിയില്ല. എനിവേസ് വലിയ സന്തോഷമാണ് ഇതൊക്കെ. അതെ, മനോജ് കെ ജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഓരോ കാര്യങ്ങളും. ഒരു സിനിമയിൽ അഭിനയിച്ചാൽ അത് ഞങ്ങളോട് പറയും, ഓരോ വർഷം എന്തായാലും ഗുരുവായൂരിലോ ചെമ്പൈയിലോ കാണാറുണ്ട്. അപ്പോൾ മകൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു വികാരം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞങ്ങളൊക്കെ അതുപോലെ 1994 ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവ വേദിയിൽ ആദ്യമായിട്ട് മനോജ് കെ ജയൻ എന്ന
നടനെ ഞാൻ കാണുന്നത്. ആ വർഷം ഞാൻ കൂടെ വന്നിരുന്നു. അതെ, അമ്പലത്തിനകത്തായിരുന്നു അപ്പൊ സംഗീതോത്സവം. അന്ന് കൃഷ്ണ ഇതിപ്പോ ഈ രാധതൻ പ്രേമത്തോടാണോ പാടിയപ്പോ അച്ഛൻ എന്നെ കൂടെ പിടിച്ചടുത്തിരുത്തി, എന്നിട്ട് നീ കൂടെ പാടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ പാടുകയൊക്കെ ചെയ്തു. അന്ന് ഉണ്ടായിരുന്നു രാമകൃഷ്ണൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിച്ച, എന്നെ മാത്രമല്ല ഒരുപാട് കലാകാരന്മാരെ വേദിയിൽ നിന്നും പ്രോത്സാഹിപ്പിച്ച മഹാനായ ഒരു കലാകാരൻ, അതാണ് മനോജ് കെ ജയൻ എന്ന ഈ കലാഹൃദയമുള്ള വ്യക്തിയുടെ അച്ഛനായ പത്മശ്രീ ശ്രീ കെ ജി ജയൻ സാർ. സന്തോഷം. സർ, ആ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡിനെ കുറിച്ച് നമ്മളോടൊന്ന് പറയാമോ? ഗിന്നസ് എന്ന് പറഞ്ഞാൽ എനിക്കതിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. കാരണം ശരത്തേട്ടനൊക്കെ പറഞ്ഞ പോലെ 25 വർഷം ഞാൻ കച്ചേരികളിൽ ഒരു കലാകാരനായി ഇവരുടെ മുമ്പിലെല്ലാം ഇവരുടെ കൂടെ സഹകരിച്ച് കഴിഞ്ഞ ശേഷമാണ് 2004 ആദ്യത്തെ ഗിന്നസ് റെക്കോർഡ് നേടുന്നത്, പാലക്കാട് സ്വർലയിൽ വെച്ചിട്ട്. അന്ന് 36 മണിക്കൂറായിരുന്നു. അത് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് സഹോദരിമാരാണ് 5 പേര് മുകളിൽ. അപ്പോൾ ചേച്ചിമാരിൽ ഒരാൾ പെട്ടെന്ന് ക്യാൻസർ വന്ന് വിട പറഞ്ഞു. അപ്പോൾ അവർ അനുഭവിച്ച ആ ഒരു ദുഃഖത്തിൽ നിന്നും ആ വേദന സഹിക്കണം എന്ന് വെച്ച് ഞാൻ 24 മണിക്കൂർ ചെയ്യാൻ തുടങ്ങിയതാണ്. അങ്ങനെ അത് 36 മണിക്കൂർ ഗിന്നസ് റെക്കോർഡായി മാറി. ദക്ഷിണാമൂർത്തി സ്വാമിയാണ് അന്ന് ആദ്യത്തെ കീർത്തനം, അദ്ദേഹം രചിച്ച കീർത്തനം പാടി ഉദ്ഘാടനം ചെയ്തത്. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി സാറാണ് അവസാനം പാടിയത്. അങ്ങനെ 130 പേർ കച്ചേരി അവതരിപ്പിച്ച ഒരു വേദിയായിരുന്നു അത്. അതിനുശേഷം മൃദംഗം എന്ന വാദ്യത്തിനെ മറ്റുള്ള ഉപകരണത്തിൽ നിന്നും കുറച്ചുകൂടെ മുകളിലേക്ക് കൊണ്ടുവരുന്ന എനിക്ക് തോന്നിയ അന്നത്തെ വികാരമാണ്. അങ്ങനെ കണ്ണൂർ വെച്ചിട്ട് 101 മണിക്കൂർ സോളോ പെർഫോമൻസ് ചെയ്തു. അങ്ങനെ ഒരു ഡ്രംസിൻ്റെ ഓസ്ട്രേലിയയിൽ നിന്ന് ഒരാൾ ചെയ്ത റെക്കോർഡിനെ മറികടക്കാൻ പറ്റി. അതിനുശേഷം 301 മണിക്കൂർ കോയമ്പത്തൂർ വെച്ച് ചെയ്തു, നെഹ്റു കോളേജിൽ വെച്ചായിരുന്നു. അതിനുശേഷം 501 മണിക്കൂറിലാണ് അവസാനിപ്പിച്ചത്. മണിക്കൂറുകളൊക്കെ ചുമ്മാതെ പറയാ രാമകൃഷ്ണൻ. നമുക്കൊക്കെ 501 മറ്റേ ബാർ സോപ്പേ അറിയാമോ? എന്തൊക്കെയാണ് രാമകൃഷ്ണ, സൂപ്പർ. എല്ലാം ഇപ്പോൾ ആലോചിക്കുമ്പോൾ പലപ്പോഴും ഞാൻ തന്നെയാണോ ചെയ്തത് എന്നുള്ള തോന്നലുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളാണ്. അത് ഒരു സമയത്ത് സംഭവിക്കുന്ന, സമൂഹം നമ്മുടെ കൂടെ നിന്ന് സഹകരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അല്ലാതെ ഞാൻ എന്നുള്ള വ്യക്തി അവിടെ ആരുമല്ല എന്ന് പലപ്പോഴും ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിനെല്ലാം കാരണം എൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛനാണ് എന്നെ കലാകാരനായി മാറ്റുവാൻ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചതും ഫോഴ്സ് ചെയ്തതും. എനിക്കൊരു താല്പര്യമില്ലായിരുന്ന വിഷയമായിരുന്നു ഒരു കാലത്ത്. അങ്ങനെ മൃദംഗം എന്ന് പറഞ്ഞ വാദ്യത്തിനെ സ്നേഹം വേണം എന്ന് ആഗ്രഹിച്ച ഒരു പിതാവിൻ്റെ മകനായതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഗോപാലകൃഷ്ണയർ എന്ന് പറയും. അദ്ദേഹം ജയൻ സാറിൻ്റെ കൂടെ കച്ചേരി വായിച്ച ഫോട്ടോ എൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്. അങ്ങനെ അച്ഛൻ പരിചയപ്പെടുത്തിയ ഒരു കുടുംബ ബന്ധമാണ് ഇവരായിട്ടുള്ള ബന്ധം. പിന്നെ ശരത് സാർ, നമ്മളെ പാച്ചേണ്ട ഒരു മൃദംഗം നമ്മൾ ഈ അടുത്ത് പരിചയപ്പെട്ടു. അത് അറേഞ്ച് ചെയ്ത് കൊടുത്തത് രാമകൃഷ്ണൻ സാറാണ്. അവനൊരൊറ്റ അക്ഷരം പോലും മിണ്ടിയില്ല. അന്ന് പിന്നെ അത് കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു നമുക്ക്. പാച്ചു പറഞ്ഞത് രാവിലെ ഞാൻ പല്ല് തേക്കാൻ വേണ്ടി കതവ് തുറന്ന് കോഴി ഓടിച്ചു കളിച്ചപ്പോ അവിടെ ഒരു മൃദംഗം ഇരിക്കുന്നു. ഞാൻ എടുത്തോണ്ട് വന്നു. അങ്ങനെയൊന്നുമല്ല കേട്ടോ. എന്താന്ന് വെച്ചാല് പാച്ചുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത് ബാലഭാസ്കറിന്റെ കൂടെ പ്രോഗ്രാംസിൽ വായിക്കുമ്പോഴാണ്. ബാലഭാസ്കർ എന്ന് പറഞ്ഞ വ്യക്തിയെ നമുക്ക് ആർക്കും മറക്കാൻ പറ്റില്ല. കാരണം അത്രയും മുമ്പിൽ നിന്ന് ചിരിക്കുന്ന ആ ഒരു മുഖം, ഒരു നട വായിച്ചു കഴിഞ്ഞാൽ അപ്പം പ്രോത്സാഹിപ്പിക്കും. ഒരു ചിരി മാത്രമേ ഉണ്ടാവാറുള്ളൂ. അദ്ദേഹത്തിന്റെ ഒരു പാട്ട് ഇപ്പോഴും എനിക്ക് മറക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം ഒന്നിനുമല്ലാതെ എന്തിനോ തോന്നി ഒരിഷ്ടം, എനിക്കെപ്പോഴോ തോന്നി ഒരിഷ്ടം. ആ പാട്ട് പോലെ തന്നെയാണ് ഇപ്പോഴും ബാലഭാസ്കർ എന്ന് പറഞ്ഞ വ്യക്തി. അയ്യോ, നല്ല നല്ല ചക്രയാവൻ. ഞങ്ങള് രാമകൃഷ്ണ, ഞാനും ബാലു എല്ലാം കൂടി ചിത്രചേച്ചിയുടെ പ്രോഗ്രാമാണ്. ഞങ്ങള് ഖത്തറിലോ എവിടെ ഒരു രാജകൊട്ടാരം ഉള്ള രാജ്യത്ത് പോയി. അപ്പം ഞങ്ങളെ കണ്ടപ്പോൾ അവിടുത്തെ ഏതോ 10 സ്റ്റാർ ഹോട്ടൽ എന്താണ് സ്റ്റേ അണ്ണാച്ചി. അപ്പോൾ ആ ഹോട്ടൽ മെയിൻ ആള് എൻ്റെ ഒരു വലിയ ഫാൻ, അതുപോലെ ബാലുവിൻ്റെ. അപ്പം ഞങ്ങളെ രണ്ടുപേരെയും മാത്രം വിളിച്ചുകൊണ്ട് പോയിട്ട് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ചായയോ കാപ്പിയോ ഏതാണ്ട് തരാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പരസ്പരം നോക്കി, എന്താണ് സ്പെഷ്യൽ കാപ്പി, അല്ല രണ്ടാമതിനകത്തായിരിക്കും, അതിനകത്ത് ഇറങ്ങി കിടക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന. കോഫി കൊണ്ടുവച്ചു. അതിൻ്റെ മേളിൽ സ്വർണ്ണപ്പൊടി വിതറിയ ഒരു കോഫി.
തങ്കഭസ്മം ഇട്ട കോഫി തന്നു ആദ്യമായിട്ട്. അത് ഇഷ്ടംപോലെ ഇട്ടേക്കുന്നു കേട്ടോ. അപ്പം ഞാൻ ബാലുവിൻ്റെ അടുത്ത് പറഞ്ഞു, ബാലു ഞാനിത് കൈകൊണ്ട് പഠിച്ചെടുത്ത് പണയം വെക്കാൻ. അത് കഷ്ടപ്പാടായിരുന്നു. അതുകൊണ്ട് ബാലു ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, അറിയാ? ഇല്ല, അത് എൻ്റെ കൂടെ അഭിനയിച്ചു. ഒറ്റ സിനിമയിലേ ഉള്ളി അഭിനയിച്ചിട്ടുള്ളൂ. പാട്ടിന്റെ പാലാഴി എന്നാണ് സിനിമയുടെ പേര്. രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്ത മീര ജാസ്മിനും ഞാനുമായിരുന്ന ലീഡ് റോള്. അതിൽ ബാലു അഭിനയിക്കാൻ വന്നു. അപ്പം ഞാൻ ചോദിച്ചത്, ബാലു പരിചയമുണ്ടോ, ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്? ചേട്ടാ ഞാൻ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്, ഈ രാജീവേട്ടൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രം അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് വന്ന് ചെയ്യുന്നതാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനിലാണ് വന്ന് അഭിനയിച്ചത്. പക്ഷെ നന്നായിട്ട് ചെയ്തു എന്നുള്ള ഒരു സിനിമ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ എനിക്ക് കൂടെ അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പാച്ചുവിന്റെ മൃദംഗത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ കുറെ കാലമായി കുറെ പരീക്ഷണം, കാരണം മൃദംഗം തൂക്കി നടന്നിട്ടുള്ള ഒരു അനുഭവം ഉള്ളതുകൊണ്ട് സ്വയം എനിക്ക് മാറ്റം വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കുറെ വർഷമായി തുടങ്ങി. അങ്ങനെ 3 ഭാഗങ്ങളാക്കി മാറ്റിയ ഒരു ഉപകരണം, തോലും അതുപോലെ മരവും ഇല്ലാത്ത മൃദംഗം. ഒന്നുകൂടെ വേണേ നമുക്ക് കാണാം പച്ചേട്ടാ. അങ്ങനെ ആ ഒരു ഉപകരണം എല്ലാ ശ്രുതിയിലും നമുക്ക് ലോകത്ത് എവിടെ വേണിച്ചാൽ എളുപ്പത്തിൽ കൊണ്ടുപോകാൻ പറ്റും. ഞാൻ ഹാൻഡ് ലഗേജ് ആയിട്ടാണ് ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാറുള്ളത്. അങ്ങനെ ഒരു നാദം ഒരു വ്യത്യാസമില്ലാതെ വലിയ കാര്യമാണ്. ഞാൻ ഈയിടെ ചെമ്പൈയിൽ വെച്ച് TVG സാറിന്റെ കച്ചേരിക്ക് വായിച്ചു. അദ്ദേഹത്തിന്റെ കൂടെ മൃദംഗം വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഉപകരണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഒരു ഉപകരണം ഒന്ന് വേണം കേട്ടോ എന്ന് പറഞ്ഞിട്ടാ പോയത്. മനോജേട്ടാ ഇതാണ് ആ മൃദംഗം. ഭയങ്കര അയ്യോ, ഇത് ഭയങ്കര, അത് 3 ഭാഗമായിട്ട് നമുക്ക് ഡിസ്മാൻഡിൽ ചെയ്യാൻ പറ്റും ട്രാവലിങ്ങിലൊക്കെ. ഭയങ്കര കണ്ടുപിടുത്തം. റൈറ്റ് സൈഡ് നമുക്ക് ഇപ്പം ബേസിലാണെന്ന് തോന്നുന്നു ഇരിക്കുന്നത് അല്ലേ? 3 ഘട്ടൊക്കെയാണ്. അത് നമുക്ക് H ഘട്ടമാണെങ്കിൽ അത് മാറ്റാൻ പറ്റും. ഒറ്റ വ്യത്യാസമില്ല നാദത്തിനൊന്നും അല്ല, എങ്ങനെയാ വ്യത്യാസമൊന്നും ഒരു വ്യത്യാസമില്ല. പെർഫെക്റ്റ്. കൊണ്ടു നടക്കാൻ ഭയങ്കര സൗകര്യമായി. അമേരിക്കൻ പ്രോഗ്രാം അവിടെ പോകുമ്പോ ഇല്ലേ അത്. ശ്രുതി അത് മാറ്റി വെച്ചാ മതി. അല്ല, രാമകൃഷ്ണൻ ഡിസൈൻ ചെയ്തതാണോ? അപ്പൊ ഈ സാധനം എങ്ങനെ, എന്താണ് അതിന്റെ മെറ്റീരിയൽ? അതെല്ലാം സിന്തറ്റിക് ആണത്. എന്തായാലും നമുക്ക് രാമകൃഷ്ണൻ സാറിന്റെ പെർഫോമൻസ് കാണണം. സാർ, ഞാൻ മൃദു എന്ന് പറഞ്ഞു, ശ്രീ മൃദു എന്നാണ് ഈ ഉപകരണത്തിന്റെ പേര്. അപ്പം കുറെ കാലമായി പരീക്ഷണം നടത്തി പാറ്റന്റ് ചെയ്തു. പിന്നെ ബാംഗ്ലൂരിലെ കാരുണ്യ മ്യൂസിക്കൽസ് ആയിട്ട് സഹകരിച്ചിട്ടാണ് ഈ ഒരു ഉപകരണം ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ പാച്ചു ഭയങ്കര ആഗ്രഹത്തോടു കൂടെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് അത് കൊടുത്തു. അത് കാരണം ഈ മൃദംഗത്തിനെ കുറിച്ച് പറയാൻ പറ്റി. അങ്ങനെ ഒരു ഗുണം. താങ്ക് യു പാച്ചു. ഓക്കെ, നമുക്ക് പെർഫോമൻസ്. ഓക്കെ.
അസാധ്യം. സൂപ്പർ സർ, സൂപ്പർ. താങ്ക് യു സോ മച്ച്. ഗംഭീരമായിരുന്നു. അതെ, പറയാൻ വാക്കുകളില്ല, അത്ര ഗംഭീരം. റെക്കോർഡ് കിട്ടിയില്ലെങ്കിലേ അത്ഭുതം. സൂപ്പർ സർ, സൂപ്പർ. താങ്ക് യു ഓർക്കസ്ട്ര. ഒരുപാട് സന്തോഷം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരു കലാകാരനായി മാറ്റുവാനായി ശ്രമിച്ച കലാസമൂഹത്തിലെ ഒരു പ്രധാനപ്പെട്ട കലാകാരൻ ശ്രീ ജയൻ സാർ. അദ്ദേഹത്തിൻ്റെ സ്മരണകൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഈ അടുത്ത് ചെമ്പയിൽ പോയപ്പോഴും ഞങ്ങളെല്ലാം സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗുരുഭക്തിയെക്കുറിച്ചും ആത്മാർത്ഥതയെക്കുറിച്ചുമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമിച്ചുകൊണ്ട് ആ കുടുംബത്തിന് ഞങ്ങളുടെ ഒരു സ്നേഹ സമ്മാനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സ്നേഹ സമ്മാനം ജയൻ സാറിൻ്റെ ഓർമ്മയ്ക്കായി ഞാൻ നൽകുന്നത് അദ്ദേഹത്തിൻ്റെ പുത്രൻ, മഹാനായ ആ കലാകാരൻ്റെ പുത്രൻ, പ്രിയപ്പെട്ട നമ്മുടെ എല്ലാം മനോജ് കെ ജയൻ എന്ന താങ്ക് യു. കലാസ്നേഹിക്കാണ് അദ്ദേഹത്തിനെ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നത്. നമുക്കിത് എന്താന്ന് കാണണ്ടേ ശരത് സാർ? ഇത് എന്താ ഗിഫ്റ്റ് എന്ന് കാണണ്ടേ? ഉറപ്പായിട്ടും അത് കണ്ടേ പറ്റൂ. അതെ, അതൊന്നും ഞങ്ങളെ കാണിക്കത്തില്ലേ? ആ ഓ സർപ്രൈസ്. ആഹാ, സൂപ്പർ. ആഹാ, ഫാന്റാസ്റ്റിക്. മനോഹരം. ഇതിലും വലിയൊരു ഗിഫ്റ്റ് എനിക്കിനി കിട്ടാനുണ്ടോ? ഇല്ല. ആഹാ, ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും നല്ല ഗിഫ്റ്റായിട്ട് അച്ഛൻ്റെ കൂടെയുള്ള എൻ്റെ ഈ പടം എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എൻ്റെ അച്ഛനും ഇത് ഇഷ്ടമാവും. ഒരുപാട് സന്തോഷം. താങ്ക് യു. ഇതിൽ കൂടുതൽ ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ കിട്ടാനുമില്ല. Ni pa maga